ഹായ്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കഥയായാലോ ഇന്ന്? നമ്മൾ രാവിലെ ഉറക്കമുണർന്നാൽ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം ഇതായിരിക്കും: ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? പുട്ടും കടലയുമാണോ, ദോശയും ചമ്മന്തിയാണോ, അപ്പവും മുട്ടക്കറിയുമാണോ, അല്ലെങ്കിൽ ചൂടുള്ള ഇഡലിയും സാമ്പാറുമാണോ? നമ്മുടെ ദിവസത്തിന്റെ തുടക്കം തന്നെ പലപ്പോഴും ഒരു രുചിയായ പ്രഭാത ഭക്ഷണത്തോടെയാണ്. പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന്? രാത്രി ഭക്ഷണത്തിന് ശേഷം നമ്മൾ മണിക്കൂറുകളോളം ഭക്ഷണം കഴിക്കാതെ ഉറങ്ങുന്നു. രാവിലെ കഴിക്കുന്ന ഭക്ഷണം ആ ഇടവേള അവസാനിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. രാത്രിയിലെ ഭക്ഷണം ഇടവേള ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ടാണ് രാവിലെ നമ്മൾ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ചൂടോടെ ആവിയിൽ വേവിച്ച മുട്ടക്കറി അല്ലെങ്കിൽ കടലക്കറി എന്ത് ടേസ്റ്റാണ് അല്ലേ? ചൂടോടെ ദോശ, അതുപോലെ തേങ്ങാ ചമ്മന്തി, അത് നമുക്ക് ഇഷ്ടമാണ്. പിന്നെ മൃദുവായ ഇഡലിയും സാമ്പാറുമോ, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച അപ്പവും മുട്ടക്കറിയുമായാലോ, അപ്പോൾ ഇത് ഏതായാലും നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ പരമ്പരാഗതമായ പ്രഭാത ഭക്ഷണങ്ങളിലും അരിയും തേങ്ങയും പ്രധാന ചേരുവകളാണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും കൃഷിരീതിയും ഭക്ഷണരീതികളിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പുട്ട് തന്നെ നോക്കാം നമുക്ക്. അരിപ്പൊടിയും തേങ്ങായും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. വളരെ ലളിതമായ ഒരു വിഭവം, രുചിയിൽ ഒട്ടും പിന്നോട്ടില്ല. അതുപോലെ തന്നെ ദോശയും ഇഡലിയും പോലെയുള്ള വിഭവങ്ങളും പുളിപ്പിച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിലും രുചി ഏറ്റവും നല്ലതാണ്, കുറവില്ല, ഒരു രുചിക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഓട്സ്, നമ്മൾ പല മുട്ട, സാൻഡ്വിച്ച് തുടങ്ങിയ പല വീടുകളിലും പ്രഭാത ഭക്ഷണം പലതായിട്ടാണ്. നമ്മളെല്ലാം ഓരോ രീതിയിലാണ് കഴിക്കുന്നത്. നമുക്ക് ഇഷ്ടം പല പല ഇഷ്ടങ്ങളാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി നമ്മൾ കഴിക്കുക. ദിവസം തുടങ്ങുമ്പോൾ ശരീരത്തിന് ആവശ്യമായ ഊർജം, പോഷകങ്ങളും ലഭിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ്, അതായത് പ്രഭാത ഭക്ഷണം. അതുകൊണ്ട് തിരക്കുള്ള ദിവസങ്ങളിൽ കഴിക്കുന്നത്ര നല്ലതും പ്രഭാത ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കഴിയുന്നത്ര നമ്മൾ തിരക്കുണ്ടെങ്കിലും പ്രഭാത ഭക്ഷണം നമ്മൾ കഴിക്കാതിരിക്കില്ല. എന്ത് വേണമെങ്കിലും നമ്മൾ കഴിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അപ്പം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കണം. അപ്പം അങ്ങനെയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടെ നമുക്ക് കണ്ടാലോ? അതിനുവേണ്ടി നമുക്ക് കുറച്ച് റവയാണ് എടുത്തിട്ടുള്ളത്. റവയും അതുപോലെ തന്നെ കുറച്ച് ചോറും എടുത്ത് ഒരു ആവശ്യത്തിന് 1-2 ഉരുളക്കിഴങ്ങ്, കുറച്ച് ജീരകം കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് കാപ്സിക്കോ, അതുപോലെ തന്നെ ക്യാരറ്റ്, സവാള, പച്ചമുളക്, പിന്നെ നമുക്ക് പച്ചക്കറി, ഇഷ്ടമുള്ള പച്ചക്കറി എല്ലാം ചേർക്കാം അതിനകത്ത്. നമ്മൾ മല്ലിയില, ഇതെല്ലാം നമ്മൾ ചേർത്ത് ഇഷ്ടമുള്ള പച്ചക്കറി എല്ലാം നമുക്ക് അതിനകത്ത് ചേർക്കാവുന്നതാണ്. അപ്പം അതുകൂടെ ചേർത്ത് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായി അവിടെ മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യട്ടെ, അവിടെ ഇരിക്കട്ടെ. കുറച്ച് സമയം ഇരുന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ്. അതിനകത്ത് വെജിറ്റബിളും ഉണ്ട്, അതുപോലെ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാന പോഷകങ്ങൾ അടങ്ങിയ എല്ലാ സാധനവും നമ്മൾ ചേർത്താണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് എന്നിട്ട് ഇതൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണയോ നെയ്യോ ചേർത്ത് ഒന്ന് തൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മാവ് കോരി ഒഴിച്ച് അടച്ച് വെച്ച് ഒരു 1-2 വേകുന്നത്ര സമയം അടച്ച് വെച്ച് മറിച്ചിട്ട് തിരിച്ചിട്ട് എടുത്താൽ നല്ലൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കേണ്ടതാണ്. രാവിലെ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എല്ലാവരും കഴിക്കുക. ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് എല്ലാ വെജിറ്റബിൾ അടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, സവാളയുണ്ട്, എല്ലാം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക. രാവിലെ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി ഒരു അരമണിക്കൂറിനകം തയ്യാറാക്കി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. കുട്ടികൾക്ക് വെജിറ്റബിൾ ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടമാകും. അപ്പോൾ അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എല്ലാവരും കഴിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ